മനോജ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മനോജ് കുമാർ, മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ ഈ യാത്രയിൽ പാഴ്ചെലവായത് 47 ലക്ഷം രൂപ. അതും കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പാഴ്ചെലവ്. എങ്ങനെ കാണാം ഈ വാർത്തയെ? തികച്ചും നിരുത്തരവാദപരമായ ഒരു നടപടിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ആ ലിസ്റ്റ് നോക്കിയാൽ അറിയാം. രണ്ട് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു വൻ സംഘം പോയിട്ട് ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്ത് നേടാൻ സാധിച്ചു? ഏതെങ്കിലും ഒരു MOU സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഠനമോ എന്തെങ്കിലും നടന്നതായിട്ട് അറിവില്ല. അപ്പോൾ ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ 47 ലക്ഷം രൂപ മുടക്കി ഈ പരിവാരങ്ങളെല്ലാം കൂടി അവിടെ പോയത് തികച്ചും നിരുത്തരവാദപരമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലിടയിലാണ് ഈ നോർവേ സന്ദർശനം നടത്തിയത്. ഇപ്പം ഒരു ധാരണാപത്രത്തിൽ പോലും ഒപ്പിടാതെ കൊണ്ടാണ് ഈ സന്ദർശനം നടത്തിയത്. സന്ദർശനം നടത്തിയതായിട്ട് കേരളത്തിന് ഒരു പ്രയോജനവും വരുത്താത്ത രീതിയിലുള്ള സന്ദർശനവുമായി പോയി. ഇപ്പോൾ ശരിക്കും ഒരു പാഴ്ചെലവ് തന്നെ അല്ലായിരുന്നു ഈ സന്ദർശനം? ഇത്ര പാഴ്ചെലവ് ഈ സമയത്ത് നമുക്കറിയാം. കഴിഞ്ഞ ഒരാഴ്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത് നമ്മുടെ കടമെടുപ്പിന്റെ പരിധി വീണ്ടും കൂട്ടണമെന്ന് ആവശ്യമായിട്ട് കണ്ടത്. ഇങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നടക്കും. ഇത്രയും ഒരു വൻ സംഘം പോയിട്ട് എന്താണ് ഈ സ്റ്റേറ്റിന് പ്രയോജനം ഉണ്ടായെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആവശ്യം. ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായി സംസ്ഥാനത്തിന് വേണ്ടി. അതെ, താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഞാൻ വീണ്ടും അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടങ്ങുന്ന ഈ സംഘത്തിന്റെ യൂറോപ്യൻ യാത്രയിൽ നോർവേ മാത്രം സന്ദർശിച്ചതിനാണ് 47 ലക്ഷം രൂപ ചെലവായതെന്നാണ് ഈ വിവരാവകാശ രേഖ പറയുന്നത്. ഈ നോർവേയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം തന്നെയും ലഭിച്ചത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇത് മാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിലെ നോർവേ മാതൃക പഠിക്കാനായാണ് യാത്ര എന്നതായിരുന്നു സർക്കാരിൻ്റെ വിശദീകരണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. മന്ത്രി ശിവൻകുട്ടി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുത്തുന്നു. ഈ മേഖലകളിലെ സഹകരണ പുതിയ പദ്ധതികൾക്കും നോർവേയുടെ സഹായ വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ധാരണാപത്രം പോലും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. കാരണം ഒരു ധാരണാപത്രം പോലും ഒപ്പിടാതെ 47 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഈ 2019 ശേഷം നോർവേ സന്ദർശിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത കൊട്ടിഘോഷിച്ചൊരു യാത്രയാണ് ഇത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? കേരളത്തിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് നോർവീജിയൻ കമ്പനിയായ ഒർക്കെല ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ് CEO മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി അവകാശപ്പെട്ടിട്ടുണ്ട്. അത് ഈ യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ഉറപ്പാണ്. പക്ഷെ ആ ഉറപ്പ് ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്, ഫിഷറീസ് മന്ത്രി V അബ്ദുറഹ്മാൻ, ചീഫ് സെക്രട്ടറിയായ VP ജോയ്, പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ KR ജ്യോതിലാൽ, KS ശ്രീനിവാസൻ, സുബൻ മില്ല, മുഖ്യമന്ത്രിയുടെ PA VM സുനീഷ്, സ്പെഷ്യൽ ഓഫീസർ വേണു രാജമണി എന്നിവരുടെ സംഘം നോർവേ സന്ദർശിച്ചത്. നോർവേക്ക് പുറമെ ഇംഗ്ലണ്ട്, വെയിൽസ് തുടങ്ങിയ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിച്ചു. പക്ഷേ ഇതിനകത്ത് നോർവേയുടെ മാത്രമാണ് ഈ വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അശ്വതി, മുഖ്യമന്ത്രിക്ക് പുറമെ വ്യവസായ മന്ത്രിയും ഒപ്പം തന്നെ ഫിഷറീസ് മന്ത്രിയും ഈ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ സന്ദർശിച്ചത് മാത്രമല്ല, ഒരു ധാരണാപത്രത്തിൽ പോലും ഒപ്പിട്ടിട്ടില്ല. വെറും ചർച്ചകൾ നടത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 47 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് നഷ്ടമായ സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അജി, 5 മുതൽ 7 വരെയുള്ള തീയതികളിലായിരുന്നു നോർവേയിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നത്. അതായത് ഫിൻലൻഡിലേക്ക് പോകാനിരുന്ന ആദ്യഘട്ട പര്യടനത്തിന്റെ ആ ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി അത് റദ്ദാക്കി. അദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കെടുത്തതിന് ശേഷം, ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതിന് ശേഷമാണ് വീണ്ടും ഔദ്യോഗിക യാത്ര പുനരാരംഭിച്ചത്. ഈ യാത്രയെ ചൊല്ലിയും വളരെയധികം പ്രശ്നങ്ങളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സൈബർ ഇടങ്ങളിൽ ഒരുപാട്
ട്രോളുകളും മറ്റും ഉണ്ടായിരുന്നു. ഈ ടൂർ പോകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ സന്ദർശനത്തിൽ ആകെ മൊത്തം മുഖ്യമന്ത്രിയുടെ ഈ യൂറോപ്യൻ സന്ദർശനത്തെ സംബന്ധിച്ച് ടൂർ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും പരാമർശങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്കിലും അതിന് ഫലപ്രദമായ പല കാര്യങ്ങളും കൊണ്ടുവരാനും അതുപോലെ തന്നെ കേരളത്തിലേക്ക് പുതിയ വിദേശ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. യൂറോപ്യൻ സന്ദർശനത്തിൽ മൊത്തം ഇവർ പല മന്ത്രിമാരും പല രാജ്യങ്ങളിലായിട്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ ആരോഗ്യമന്ത്രിയും ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതായത് നഴ്സുമാരെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഈ യൂറോപ്യൻ സന്ദർശനത്തിലുണ്ടായി, ചില പദ്ധതികൾക്കുണ്ടാകുന്നു, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഇന്ന് നോർവേയെ സംബന്ധിച്ച ഈ വിഷയത്തിലാണ് ഈ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നോർവേ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നമ്മൾ വളരെയധികം കാര്യങ്ങൾ, നോർവൻ കേരള മോഡൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നോർവീജിയൻ മോഡൽ എന്ന് പറയുന്നത്. അവിടെ നിന്നും അനവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ അതുമായി നമ്മൾ ഒരു പ്രളയത്തെ അതിജീവിച്ച അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നോർവേയിൽ നിന്നും നമ്മൾ പഠിക്കും എന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഒക്കെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നാണ്, ഔദ്യോഗികമായി അന്നൊന്നും നടന്നിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. മറ്റ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കുറെ കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഒരു ധാരണാപത്രം ഒപ്പുവെക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഇതൊരു പാഴ്ചെലവാണെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് വിവരങ്ങളെ കുറിച്ച് ഇനി CPM-ഉം അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. അജി, അതേപോലെ തന്നെ ഈ വിവരാവകാശ രേഖ ആരാണ് നൽകിയത്, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? അജി ഒരു എറണാകുളം സ്വദേശിയായ S ധനരാജിന്റെ അപേക്ഷയിലാണ് നോർവേയിലെ ഇന്ത്യൻ എംബസി നൽകിയ ഈ വിവരാവകാശ മറുപടി വന്നിരിക്കുന്നത്. യാത്രാ ചെലവ് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 47 ലക്ഷം രൂപയാണ് ഈ നോർവേ സന്ദർശനത്തിന് മാത്രമായി ചിലവഴിച്ചത്. എന്നാൽ ഒരു ധാരണാപത്രം പോലും ഈ യാത്രയിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ആ വിവരാവകാശ രേഖയിൽ, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവരാവകാശ രേഖയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. MOU സൈൻ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിണറായി വിജയൻ, അതുപോലെ തന്നെ പിണറായി വിജയനൊപ്പം തന്നെ വ്യവസായ മന്ത്രി P രാജീവ്, ഫിഷറീസ് മന്ത്രി V അബ്ദുറഹ്മാൻ, പിന്നെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ, ചീഫ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ എല്ലാവരും തന്നെ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഇംഗ്ലണ്ടിലേക്കും വെയിൽസിലെ പോലെയുള്ള രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എറണാകുളം സ്വദേശിയായ S ധനരാജാണ് ഈ വിവരാവകാശ രേഖയിലൂടെ ഈ വിഷയം ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അജി.